ഹലോ. ഇന്ന് എണീറ്റപ്പോൾ തന്നെ ടി വിയിൽ ഈ ഒരു ഡാൻസാണ് കേട്ടോ കാണുന്നത്. ഏട്ടൻ ഇത് നേരത്തെ തന്നെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഞാൻ ഈ ഒരു സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ, വെയിറ്റ് ഇങ്ങനെ കൂടുന്ന സമയത്തും. പിന്നെ തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് ഈ ഒരു എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ട്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ ചെയ്തു. അവർ ചെയ്യുന്ന പോലെ തന്നെ നോക്കിയിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ, നമുക്ക് അറിയുന്ന പോലെയൊക്കെ ചെയ്തു. പിന്നെ ഇന്ന് ചായക്ക് നീർദോശയാണ് കേട്ടോ. നീർദോശ പറഞ്ഞാൽ ഞാൻ പരത്തി വരുമ്പം നീർദോശ പോലും ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ട് ഞാനും ഏട്ടനും കൂടി നേരെ ബാൽക്കണിയിലേക്ക് വന്നു. അപ്പോഴാണ് ഒരു ചേച്ചി, ഡെയിലി ഇപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ, കുറേ സമയം 1 മണിക്കൂറിലധികം ഈ ഒരു ഇരിപ്പിരിക്കും കേട്ടോ, ധ്യാനത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് സമയം ചൂട് കാരണം ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റായിരിക്കും. അകത്തേക്ക് ഒട്ടും തന്നെ കാറ്റുണ്ടാവില്ല, പക്ഷേങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റായിരിക്കും കേട്ടോ. കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ചായക്ക് ഈ ഒരു ദോശ ചുടേണ്ട പരിപാടി നോക്കി കേട്ടോ. ദോശ ഞാനില്ലേ ചുട്ട് വരുമ്പം അതിൻ്റെ ആകൃതിയും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അതേപോലെ തന്നെ അതിന് ഹോൾസ് ഒന്നും ചില സമയം വരത്തില്ല കേട്ടോ. പക്ഷേങ്കിൽ അതിൽ ജീരകവും ഉള്ളിയൊക്കെ ഇട്ടതിനെ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശ ഉണ്ടാക്കി. കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, തലേ ദിവസത്തെ ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഏട്ടൻ രാവിലെ തന്നെ അത് കൂട്ടാത്തതിനെ കൊണ്ട് ഏട്ടന് കുറച്ച് മിൽക്ക് മേടും കുറച്ച് പഞ്ചസാര ആക്കിയിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. എന്നാണ് കൊടുത്തത്? അതെന്തിനാ ഇപ്പം കൊടുത്തത്? അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവാണ്. ഞങ്ങൾ വേഗം ഏട്ടൻ പോയപ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് മറ്റൊരു മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവൾ പല്ലവയ്ക്കൻ്റെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടോ. അവൾ പോയ ടൈമിൽ തന്നെ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് മാങ്ങാക്കാളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങ ഒന്ന് കഷ്ണിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം. മാങ്ങാക്കളം വെക്കാനൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം. മറ്റ് ദിവസവും ഈ പരിപ്പിൻ്റെ കറി കുട്ടി മടുത്ത്. അങ്ങനെ അപ്പം ഞാൻ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ തൈരും കൂടെ ഒഴിക്കും. അപ്പോൾ അതെല്ലാം മാങ്ങാക്കളനാവുക. അപ്പോൾ തൈരും കൂടെ ഒഴിച്ച് പിന്നെ ഞാൻ കുറച്ച് ഉലുവയും കുറച്ച് ഒരു വറ്റൽമുളകും പിന്നെ കടുകും കൂടെ ഇട്ടിട്ട് വറവും ചെയ്തിട്ടോ കേട്ടോ. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും കൊണ്ടാട്ടവും പിന്നെ ഒരു ചമ്മന്തി ആക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഏട്ടന് ചോറ് കൊണ്ട് കൊടുക്കണം. പിന്നെ പല്ലവയ്ക്ക് ഞായറാഴ്ച പോവുകയാണ് കേട്ടോ. അവർക്ക് ക്വാർട്ടേഴ്സ് റെഡി ആയിട്ടുണ്ട്. നാളെ അവരെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വരും ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പാക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ കിട്ടിയ ക്വാർട്ടേഴ്സിൻ്റെ കഥയൊന്നും പറയണ്ട. മെയിൻ ഡോറ് തുറന്നാൽ ഒരു മെയിൻ ഡോറിൽ നിന്ന് നോക്കിയാൽ കിച്ചണും കാണാം കേട്ടോ. ഹോള്, കിച്ചൺ, ടോയ്ലറ്റ്, ബാത്റൂം, അത്രയേ ഉള്ളൂ. റൂമില്ല. ഹോളിൽ തന്നെ നമ്മൾ കിടക്കണം. അപ്പോൾ അവർ 4 പേരുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മക്കൾ വലിയ വലിയ ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെയാണ്. അവർക്ക് പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടാവും. TV ഉണ്ട്, അവർക്കൊരു നായുണ്ട്. അപ്പം ക്വാർട്ടേഴ്സിൻ്റെ സ്ഥിതി ഇതാണ്. പിന്നെ പാത്രം കഴുകാൻ സിങ്ക് പോലും ഇല്ല. നിലത്തിരുന്നിട്ട് പാത്രം കഴുകണം. സിങ്ക് ഇല്ല, പക്ഷേങ്കിൽ നിലത്തൊരു സൈഡിലായിട്ടൊരു പൈപ്പുണ്ട്, അവിടെ ഇരുന്നിട്ട് പാത്രം കഴുകണം എന്ന് പറയുന്നത് കേട്ട്. മൂപ്പര് ഇന്നലെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അടുത്ത ബയ്യെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പുതിയ ക്വാർട്ടേഴ്സ്. ഇപ്പോൾ കിട്ടിയത് ബോംബെയിലാണ്. ബോംബെയിൽ എവിടെയാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. അപ്പം അതാണ് അവിടുത്തെ ക്വാർട്ടേഴ്സിൻ്റെ സ്ഥിതി. അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു റൂമെങ്കിലും ഉള്ളൊരു ക്വാർട്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മൂപ്പർക്ക് അത്യാവശ്യം 17 വർഷത്തെ സർവീസ് എങ്ങാനുണ്ട്. അങ്ങനെ ഞാൻ ഏട്ടനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചോറ് കൊടുത്ത് വന്ന് അപ്പം കുറച്ച് സമയം നച്ചുൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ചൂടായിട്ടില്ല. അവൾ ബനിയൻ ഇടാൻ കൂട്ടാക്കുന്നില്ല. ഉടുപ്പും ബനിയൻ ഒന്നും ഇടുന്നില്ല. അമ്മ ചൂടെടുക്കുന്നത് പറയും. എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്തിനാ പറഞ്ഞേ? മോക്ക് എന്തോ വേണം? എന്നാ സൺഡേ മൺഡേ ഒന്ന് പറഞ്ഞാട്ടെ. നീ 1 2 പറഞ്ഞാട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 അത് മതി. പിന്നെ 1 2 3 പറഞ്ഞാട്ടെ. 1 2 3 4 5 6 ഒന്നുമില്ലേ? കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വേഗം കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വയ്ക്കുകയാണ്. പിന്നെ ഈ ഒരു കൂജൊക്കെ കഴുകിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം അതിലും എടുത്ത് വയ്ക്കുക വിചാരിച്ചു. അന്നേരമാണ് പാലൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ബയ്യ വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് പാലൊക്കെ വാങ്ങിയിട്ട് അകത്ത് കൊണ്ടുവച്ച്. പിന്നെ ഇപ്പം ഞങ്ങൾ കുറേ സമയം വർത്താനം പറയും. കാരണം ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർ എപ്പോഴാണ് കാണുമെന്ന് അറിയില്ല. ഫോണിൽ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴാണ് പിന്നെ കാണാമെന്നൊന്നും അറിയില്ല.
എന്നാലും ഞാൻ മുംബൈയിൽ നിന്നിട്ടുണ്ട്, ഇപ്പം ഇവിടെ ഗുജറാത്തിൽ നിന്നിട്ടുണ്ട്. മുംബൈയിൽ നിന്നപ്പോൾ ഞാൻ അങ്ങനെ ആരോടത്തൊന്നും സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി കൂടെ ഉണ്ടായിരുന്നു, അവരായിട്ട് മാത്രമേ, പിന്നെ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇവിടെ എനിക്ക് ഒത്തിരി പേര് ഫ്രണ്ട്സായിട്ട് കിട്ടി. എനിക്ക് ഇവരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം ഞങ്ങൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യും. നല്ലൊരാളായിരുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലവരൊക്കെ വിളിക്കാനാണെങ്കിൽ അവർക്ക് ഫോണൊന്നുമില്ല. ഫോണൊക്കെ കുറച്ച് പ്രോബ്ലമാണ് അവരെ ലൈഫ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് മൂപ്പര്. മക്കളെ വിദ്യാഭ്യാസവും പിന്നെ അവർക്ക് ഈ ഒരു സ്കൂള് KV തന്നെ പഠിക്കണം എന്നുള്ളൊരിതൊക്കെ കാരണമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോവാണ്. അങ്ങനെ അതെന്തിനാ അങ്ങനെ പറയുന്നത്? എന്തിനേ? വേണ്ട അമ്മയ്ക്ക് ആരുമില്ല. എവിടെ പോന്നാ? നച്ചു അമ്മേനെ എന്നാ ചെയ്തേ ഇപ്പോൾ? അമ്മയ്ക്ക് എവിടെ വേദനയായേ? അമ്മയ്ക്ക് എവിടെയാ വേദനയായേ? ഏടെ മോക്ക് വേദനയായേ? മോക്ക് എവിടെയാ വേദനയായേ? എങ്ങനെ? അയ്യോ അയ്യോ വേണ്ട വേണ്ട വേണ്ട, അമ്മയ്ക്ക് ആരുമില്ല. അയ്യോ നച്ചു നച്ചു തലയിൽ പിമ്പിൾസാ? അതെന്താ അത്? എന്താ അത്? ആരാ വാങ്ങിച്ചേ? മതി, കുറച്ച് മതി, അധികമാക്കരുത് കേട്ടാ. മസാജ് ചെയ്ത് തരുമോ? മസാജ് ചെയ്ത് തരുമോ? നച്ചുടെ മടി കിടക്കാനോ? ഓ ശരി. ഇതെന്നാ? 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 ഇത് 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 ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ്